ഹായ് ഗായ്സ്, ഭൂമിയിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് കാലമായില്ലേ നമ്മൾ കണ്ടിട്ട്, കുറച്ച് ബിസി ആയിരുന്നു. എന്തായാലും ഇനി ഈ ചാനലിൽ റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൊയ്നയുടെ കൾച്ചറും ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. എക്സാം പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇന്ന് വന്നത് തന്നെ. അപ്പോൾ എക്സാം കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും നമ്മുടെ മൊയ്നയുടെ സെയിൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും. എല്ലാവർക്കും നമ്മൾ മൊയ്ന അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതുവരെ ഒന്ന് ക്ഷമിക്കുക. പിന്നെ ഇന്ന് വന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അപൂർവമായൊരു കാഴ്ച കണ്ടു. നിങ്ങൾക്കത് എത്ര അപൂർവമാണെന്ന് അറിയില്ല, എനിക്കത് അപൂർവമായൊരു കാഴ്ചയായിരുന്നു. അതുകൊണ്ട് ആ വീഡിയോ നിങ്ങളൊന്ന് കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക്. ഗായ്സ്, ഇത് ഇലക്ട്രിക് ബ്ലൂവിൻ്റെ മെയിൽ ഗപ്പീസാണ്. നമ്മളിത് സെപ്പറേറ്റ് ചെയ്തിട്ടിട്ടാണ് വളർത്തുന്നത്. മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതൊരു ജുവൈനൽ സ്റ്റേജിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടപ്പോൾ ഒരുത്തരം മാത്രം ഇങ്ങനെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ചെന്നിരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ സിം ചെയ്യുന്നുണ്ട്. ഇവൻ മാത്രമുണ്ട് മൂലയ്ക്ക് ചെന്നിരിക്കുന്നത്. ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കണം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവൻ കിടന്ന് ഉറങ്ങാമെന്ന് തോന്നുന്നു. ബാക്കിയുള്ളവരൊക്കെ സിം ചെയ്യുമ്പോൾ ഇവൻ മാത്രം ഒരു മൂലയ്ക്ക് ചെന്നിരുന്നിട്ട് ഇവൻ്റെ ചിറകൊന്നും അനക്കണമൊന്നുമില്ല, കണ്ണടച്ച് ഇരിപ്പാണ്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, പക്ഷെ സൂക്ഷിച്ച് നോക്കണം. നമ്മുടെ ക്യാമറയിൽ ഇത് എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നമ്മുടെ ഒരു മൊബൈൽ ക്യാമറയാണ്. അപ്പോൾ ഈ മൊബൈൽ ക്യാമറയിൽ എനിക്ക് നേരിട്ട് കാണുമ്പോൾ എനിക്കതൊരു പ്രത്യേക അനുഭവമായിട്ടാണ് തോന്നിയത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇനങ്ങുന്ന പോലും ഇല്ല, ചുമ്മാ ഒരു മൂലക്കിൽ ഒളിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ അതേ നീന്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കണു. ഇവൻ ഒരുപാട് നേരമായി ഇങ്ങനെ ഇരിപ്പ് തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് മൊബൈലെടുത്ത് വീഡിയോ എടുത്തതാണ്. ഈ മീൻ ഉറങ്ങുന്നതിനെ പറ്റിയിട്ട് എനിക്ക് ശാസ്ത്രീയ വശങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. മീൻ ഉറങ്ങുമോ, അത് എനിക്ക് തോന്നൽ മാത്രമാണോ ഇങ്ങനത്തെ. എന്തായാലും ഒരുത്തനെ ആ മൂലയ്ക്ക് ചെന്നിരുന്നിട്ട് വെറുതെ ഈ ചിറകൊന്നും ആട്ടാണ്ട് ചുമ്മാ ചെന്നിരിക്കുന്നുണ്ട്, കണ്ണടച്ചിരിപ്പുണ്ട്. ഇതെനിക്കൊരു അപൂർവ കാഴ്ചയായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ മീൻ വളർത്തുന്ന ആൾക്കാർക്ക്, ഫിഷ് ബ്രീഡേഴ്സ് ഇത് മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കാം. കണ്ടോ, അവൻ്റെ ഫിൻസ് ഒന്നും അനക്കുന്ന പോലും ഇല്ല, ഒരു മൂലയ്ക്ക് ചെന്നിരിക്കേണ്ടത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഡെഡായി എന്നാണ്. ഞാൻ കുറേ നേരം ഇത് നോക്കി നിന്നു. എന്നിട്ട് അപ്പോൾ ഇത് ഉറങ്ങുന്നതാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അവൻ അവിടെ നിന്ന് എണീറ്റ് മാറി നീന്തി തുടങ്ങി. ഇനി കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ വീണ്ടും അവൻ അവിടെ ചെന്നിരുന്ന് ഉറങ്ങുന്നത് കാണാം. നമ്മൾ കുറേ നേരം ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അവൻ ഡെഡൊന്നും അല്ല, അവന് വലിയ രോഗങ്ങളൊന്നുമില്ല. നമ്മൾ നല്ല കെയർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ മീനെ വളർത്തുന്നത്. ഞാൻ മുമ്പ് ആന ഉറങ്ങുന്നത് കൂടൽമാണിക്യം ഉത്സവത്തിന് പോയപ്പോൾ കണ്ടിട്ടുണ്ട്. ഈ കൂടൽമാണിക്യം ഉത്സവം കഴിഞ്ഞിട്ട് രാത്രി ആനേനെ അമ്പലത്തിന് ഉള്ളിൽ കെട്ടും. അപ്പോൾ ആന ഇങ്ങനെ കിടന്നുറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അതും എനിക്കൊരു പ്രത്യേക ഒരു കാഴ്ചയായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ മീൻ ഉറങ്ങുന്നതും എനിക്കൊരു പ്രത്യേക കാഴ്ചയായിട്ടാണ് തോന്നിയത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിളിച്ച് കാണിച്ചു തരാമെന്ന് വെച്ചത്. ഇനി ഇത് തെറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മീൻ ഉറങ്ങാറില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻ്റായിട്ട് ഇടുക. നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് മീനെ പറ്റിയിട്ട് നന്നായിട്ട് അറിവുള്ള ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവർ ഈ വീഡിയോയിൽ താഴെ കമൻ്റായിട്ട് ഇടുക. ഇങ്ങനെ എൻ്റെ അറിവില്ലായ്മയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരുത്തേണ്ടതാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് അറിയുന്നവർ കമൻ്റായിട്ട് ഇടുക. ഉറങ്ങിക്കൊണ്ടിരുന്നിരുന്ന മീൻ വീണ്ടും ഒരു മൂലയ്ക്ക് പോയിട്ട് അനങ്ങാണ്ട് നിൽപ്പുണ്ട്. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാത്ത കുറേ കാഴ്ചകൾ കാണാൻ സാധിക്കും. ഞാനിത് മുമ്പ് കണ്ടിട്ടില്ല. നല്ല രസമുണ്ട് കാണാൻ. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീൻ ഉറങ്ങുന്നത് എന്നുള്ളൊരു ഇത് നല്ല രസമല്ലേ. ഇതിപ്പോൾ ഒന്നല്ല രണ്ടല്ല 3 മീനുകൾ അനങ്ങാണ്ട് ഇരിപ്പുണ്ട്. അവനവിടെ കെടുപ്പായി. അവന് നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് മറ്റേ സിനിമയിലെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്കുക. ബാക്കിയുള്ള ഗപ്പീസൊക്കെ നല്ല പോലെ നീന്തുന്നുണ്ട്. നമ്മുടെ ഇലക്ട്രിക് ബ്ലൂ ഗപ്പീസൊക്കെ നല്ല ഇതിൽ വന്നിട്ടുണ്ട്. അവനിടയ്ക്ക് നീന്തുന്നുണ്ട് കേട്ടോ. അവന് കുറച്ച് നേരം റെസ്റ്റ് എടുത്താൽ പിന്നെ പോയി നീന്തിയിട്ട് വീണ്ടും അവിടെ ചെന്നിരുന്ന് റെസ്റ്റ് എടുക്കുക. അവൻ നമ്മളെമാതിരി മടിയനാണെന്ന് തോന്നുന്നു.
അധികം പണിയൊന്നും എടുക്കാണ്. നീന്തൽ പോലും ഇഷ്ടമില്ലാത്ത ഒരുത്തനാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തനാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ അല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ. അധികം പണിയെടുക്കാൻ താല്പര്യമില്ലാത്ത കൂട്ടത്തിലുള്ള മീനാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ചാനലിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ശിവശങ്കർ സൈനിങ് ഓഫ് ഫ്രം ഭൂമിയിലെ കാഴ്ചകൾ.